2 MLA-മാർ ശ്രീ സനീഷ് കുമാറും അതുപോലെ അഷ്റഫും ഈ നിയമസഭാ കവാടത്തിന് മുമ്പിൽ അവർ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് നിയമസഭയിൽ വന്ന അടിയന്തര പ്രമേയം, ആ പ്രമേയം ചർച്ച ചെയ്തു എങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയിൽ സംതൃപ്തരല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടികളുമായി മുമ്പോട്ട് പോകേണ്ടതായി വന്നിട്ടുള്ളത്. ഈ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നിരവധി വേദികൾ ഒരുക്കിയിട്ടുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനം ആണ്. ഇന്ന് MLA-മാർ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ, ചർച്ച ചെയ്തപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകണം, ആ ഉദ്യോഗസ്ഥന്മാരെ താലോലിച്ച് കൊണ്ടുപോകുന്നതല്ല കേരളത്തിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന ഭാവിയിൽ ഉണ്ടാകാവുന്ന അപകടകരമായ അവസ്ഥ. അത് മാത്രമല്ല, ഇതേ 2 വർഷം മുമ്പ് ഉണ്ടായ സംഭവമാണെങ്കിൽ പോലും ഇതേക്കുറിച്ച് എല്ലാ റെക്കോർഡുകളും പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ കൈവശം ഉണ്ടായിരുന്നിട്ട് പോലും ഇതിൽ പങ്കാളിയായിട്ടുള്ള ഉദ്യോഗസ്ഥരെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായത്. അത്തരം കാര്യങ്ങൾ ഈ സഭയിൽ ഇന്ന് വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ സമര പോരാളികൾ എന്നുള്ള നിലയിൽ 2 പേരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ ഇതിന് തുനിഞ്ഞത് പാർട്ടിയുടെ ഒരു തീരുമാനപ്രകാരമാണ്, UDF-ന്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭാഗത്തു നിന്നും ശ്രീ സനീഷ് കുമാറും അതുപോലെ ശ്രീ അഷ്റഫും ഈ നിയമസഭാ കവാടത്തിന് മുമ്പിൽ സമരം ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഇത് വ്യാപകമായി ഈ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. സമരവുമായി മുമ്പോട്ട് ഞങ്ങൾ പോകുന്ന അവസരത്തിൽ ഒരു സംശയം വേണ്ട, UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കും. ഈ സമരത്തിൽ ന്യായമായ ഒരു തീരുമാനം എടുക്കേണ്ടതിന് പകരം ഞാൻ ചിന്തിക്കുന്നത്, ബഹുമാന്യായ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു പുനർചിന്തനം നടത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ, പുനർചിന്തനയിൽ അതിന് വേണ്ട തരത്തിലുള്ള തീരുമാനങ്ങൾ അദ്ദേഹം കൈക്കൊള്ളട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ശക്തമായി മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് പീച്ചി മർദ്ദനത്തിലാണ് നടപടിയെടുത്ത്, കൂത്താട്ടുകുളത്തെ കാര്യത്തിൽ നടപടി എടുത്തിട്ടില്ല. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണല്ലോ ഇന്ന് സഭയിൽ ആ കാര്യങ്ങൾ എല്ലാം വ്യക്തമായി പറഞ്ഞ അവസരത്തിലും മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ സഭയിൽ അംഗമല്ല എന്നുള്ളതുകൊണ്ട് എനിക്കത് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി അതിനും മറുപടി പറഞ്ഞപ്പോൾ പീച്ചിയിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതേസമയം ഇവിടെ നടന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ മർദ്ദിച്ച് അവശനാക്കിയ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടികളും സ്വീകരിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്.